നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ കമ്മിറ്റി ക്രിക്കറ്റ് ക്ലബ് രൂപീകരിക്കുന്നതിന്റെ മുന്നൊരുക്കമായി ലോഗോ പ്രകാശനം ചെയ്തു. തൊടുപുഴ നിയുക്ത MLA അബു ജോൺ ജോസഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. VD സതീശന് അനുകൂലമായി പ്രകടനം നടത്തിയ DC ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുമെന്ന ഇടുക്കി DC പ്രസിഡന്റ് നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി KPCC മൈനോറിറ്റി സെൽ ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും OICC കുവൈറ്റ് മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിരുന്ന സണ്ണി മണർക്കാട്ട് രംഗത്ത്. കോതമംഗലത്തെ നിയുക്ത MLA ഷിബു തെക്കുംപുറത്തിന് കീരമ്പാറ ഇടവകയിൽ സ്വീകരണം നൽകി. കട്ടപ്പന നഗരസഭയിലെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിൽ മുക്കുമണ്ടം പണയം വയ്ക്കാനെത്തിയ എറണാകുളം സ്വദേശി പിടിയിൽ. വാർത്തകൾ വിശദമായി. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ കമ്മിറ്റി ക്രിക്കറ്റ് ക്ലബ് രൂപീകരിക്കുന്നതിന്റെ മുന്നൊരുക്കമായി ലോഗോ പ്രകാശനം നടന്നു. തൊടുപുഴയുടെ നിയുക്ത MLA അബു ജോൺ ജോസഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് അനസ് പി അസീസ് അധ്യക്ഷത വഹിച്ചു. KTGA തൊടുപുഴ മേഖലാ കമ്മിറ്റി ക്രിക്കറ്റ് ക്ലബ് രൂപീകരിക്കുന്നതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്തു. തൊടുപുഴയുടെ നിയുക്ത MLA അബു ജോൺ ജോസഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് അനസ് പി അസീസ് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ഐക്യവും കൂട്ടായ്മയും വർദ്ധിക്കുന്നതിനും യുവാക്കൾ കൂടുതലായി സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നതിനും സ്പോർട്സ് ആൻഡ് ഗെയിംസ് അനിവാര്യമായ പങ്കുവഹിക്കുന്നുവെന്നും സംഘടനയുടെ എല്ലാവിധ മാതൃകാപരമായ സൽപ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും അബു ജോൺ ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന തലത്തിലും മറ്റ് ജില്ലകളിലുമുള്ള KTGA ക്രിക്കറ്റ് ടീമുകളും തൊടുപുഴ മേഖലയിലെ മറ്റ് സംഘടനകളുടെയും മറ്റു ടീമുകളുമായി കൈകോർത്തുകൊണ്ട് ക്രിക്കറ്റ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുമെന്നും ഈ മീഡിയയിലൂടെ സ്പോൺസർഷിപ്പുകൾ വഴി സമാഹരിക്കുന്ന തുക ഇപ്പോൾ നടപ്പിലാക്കി വൻ വിജയമായി മുന്നോട്ടു പോകുന്ന അർഹരായ യുവതി യുവാക്കൾക്ക് 15,000 രൂപയുടെ വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന തുണി കൊണ്ടൊരു തണൽ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കുവാനും വിനിയോഗിക്കുമെന്ന് KTGA ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ മേഖലാ ജനറൽ സെക്രട്ടറി നാസിർ BM, ട്രഷറർ സജി സിറേഖ്, വൈസ് പ്രസിഡന്റുമാരായ മുജീബ് TK, ജോയിന്റ് സെക്രട്ടറി അഫ്സൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൾ ഷെരീഫ്, അനിൽ, സുഗതൻ, ആഷിഖ് എന്നിവർ പങ്കെടുത്തു. ക്രിക്കറ്റ് ക്ലബ് കോർഡിനേറ്ററായി സജിറത്ത്, അൻസാർ അസീസ്, ആഷിഖ് എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. VD സതീശന് അനുകൂലമായി പ്രകടനം നടത്തിയ DCC ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുമെന്ന ഇടുക്കി DCC പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി KPCC മൈനോറിറ്റി സെൽ ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും OICC കുവൈറ്റ് മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിരുന്ന സണ്ണി മണർക്കാട്ട് രംഗത്ത്. അങ്ങനെ നടപടിയെടുക്കുകയാണെങ്കിൽ ആദ്യം നടപടി വേണ്ടത് ഇപ്പോഴത്തെ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസിന് എതിരെയാണെന്നും സണ്ണി ചൂണ്ടിക്കാട്ടി. 2021 തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടും നടപടിയെടുക്കാത്തവരാണ് ഇപ്പോൾ അച്ചടക്കവാളുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും സണ്ണി മണർക്കാട്ട് പരിഹസിച്ചു. നേതൃത്വത്തെ ചോദ്യം ചെയ്യേണ്ട തലങ്ങളിൽ ചോദ്യം ചെയ്യണം. എതിർപ്പുകൾ ഉണ്ടാകാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം. ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ നാളെയും കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെയുള്ള അവസരത്തിൽ ത്യജിക്കാനും സഹിക്കാനും മനസ്സുള്ള ആളുകളുടെ നിരയായി വളരണമെന്ന PT തോമസിന്റെ വാക്കുകളും സണ്ണി ഓർമ്മിപ്പിച്ചു. VD സതീശന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയ DCC സെക്രട്ടറി താജുദ്ദീനെയും മറ്റ് 3 പേരെയും DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതായിട്ട് പാർട്ടി നടപടിയെടുത്തതായിട്ട് അറിയാൻ സാധിച്ചു. അങ്ങനെ പാർട്ടി നടപടിയെടുക്കുകയാണെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കുമളി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന MM വർഗീസിൻ്റെ പേരിലാണ്. കാരണം റോയ് K പൗലോസിൻ്റെ വീട്ടിൽ ചാനലുകാരെ വിളിച്ചു വരുത്തി 5 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ 5 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ആളാണ് ഈ വർഗീസ്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസിൻ്റെ ഇലക്ഷന് ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ചത് ആരാണ് എന്ന് KPCC അന്വേഷണ സമിതി നടത്തിയ റിപ്പോർട്ട് KPCCയുടെ മുമ്പിലുണ്ട്. ആ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഇന്ന്
കെ സി വേണുഗോപാലിനെ അനുകൂലിച്ച് ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആൾ തന്നെയായിരിക്കും അതിൻ്റെ അകത്തെ ഒന്നാം പ്രതിയായിട്ട് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഇവിടെ KPCCക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിനോ സാധിക്കുമോ? ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഉമ്മാക്കി കാണിച്ചുള്ള പേടിപ്പീര് കൊണ്ടൊന്നും ഈ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ തുടരുക തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഞങ്ങളിവിടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അവർ തിരഞ്ഞെടുത്ത് വിട്ടത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് അവർ വോട്ട് ചെയ്തതെന്നും അവർ അധികാരത്തിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടുവരാൻ ഈ പറഞ്ഞ ആളുകളെ തിരഞ്ഞെടുത്ത് വിട്ടത് എന്നുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഭാരവാഹികളെ പുറത്താക്കാനായിട്ട് എന്തധികാരമാണ് DCC പ്രസിഡന്റ് CP മാത്യുവിനുള്ളത് എന്നെനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2 മാസത്തോളം അദ്ദേഹം വീട്ടിലകത്ത് കുത്തിയിരിക്കുകയായിരുന്നു. എന്ത് പ്രവർത്തനമാണ് ചെയ്തേക്കുന്നത്? അല്ലെങ്കിൽ പറയട്ടെ, ചങ്കൂറ്റമുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് CP മാത്യു പറയട്ടെ, ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ പുള്ളി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കീറുവാണം അടിക്കുന്നത് കേട്ടു. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥികൾ ജയിച്ചതെന്ന്. എന്ത് കോൺട്രിബ്യൂഷനാണ് ഉണ്ടായത്? ഇലക്ഷൻ്റെ അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയത്ത് പ്രവർത്തകനെ തല്ലുകയും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ആ സ്ത്രീയെ ആക്ഷേപിക്കുകയും ചെയ്തതാണോ CP മാത്യു ചെയ്ത വീരകൃത്യം? DCC ജനറൽ സെക്രട്ടറിയെയും പോഷക സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും സസ്പെൻഡ് ചെയ്യാനായിട്ട് എന്ത് അധികാരമാണ് CP മാത്യുവിനുള്ളത്? CP മാത്യു ആദ്യം പോയി ഈ കോൺഗ്രസ് പാർട്ടിയുടെ നിയമസംഹിതകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിട്ട് വന്നിട്ട് വേണം ഈ സസ്പെൻഷൻ നടത്താനായിട്ട്. കോതമംഗലത്തെ നിയുക്ത MLA ഷിബു തെക്കുംപുറത്തിന് കീരമ്പാറ ഇടവകയിൽ സ്വീകരണം നൽകി. കീരമ്പാറ ഇടവകയിൽ നടന്ന ദിവ്യബലിയിൽ ഷിബു തെക്കുംപുറം സംബന്ധിച്ചു. തുടർന്ന് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് വികാരി ഷിബു തെക്കുംപുറത്തെ പൂച്ചെണ്ടുകൾ നൽകി ഷാളണിയിച്ചും ആദരിച്ചു. ഇടവകയുടെ മുഴുവൻ പിന്തുണയും വികാരി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA ഷിബു തെക്കുംപുറത്തിന് കീരമ്പാറ ഇടവകയിൽ ഉജ്ജ്വല സ്വീകരണം. കീരമ്പാറ ഇടവകയിൽ നടന്ന ദിവ്യബലിയിൽ ഷിബു തെക്കുംപുറം സംബന്ധിച്ചു. തുടർന്ന് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് ഷിബു തെക്കുംപുറത്തെ വികാരി പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് ഷാളണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇടവകയുടെ മുഴുവൻ പിന്തുണയും വികാരി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. നാടിന്റെ നന്മയ്ക്കും ജനത്തിന്റെ ക്ഷേമത്തിനും വേണ്ടി അനേകായിരം കാര്യങ്ങൾ എന്റെ നാടുകളുടെ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കാഴ്ചവെക്കുന്നുണ്ട്. തുടർന്നും MLA എന്ന രീതിയിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ തന്നെ അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നല്ല നിയോജക മണ്ഡലമായിട്ട് മാറ്റാൻ ഷിബു തെക്കുംപുറത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നേതാവ് സംസ്ഥാന തൊടുപുഴയെ എങ്ങനെയാക്കിയോ അതുപോലെ തന്നെ നമ്മുടെ കോതമംഗലത്തെയും ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കീരമ്പാറ ഇടവക നൽകിയ സ്വീകരണത്തിനും പിന്തുണയ്ക്കും ഷിബു തെക്കുംപുറം നന്ദി രേഖപ്പെടുത്തി. അതിനെല്ലാം ശാശ്വതമായ പരിഹാരം നമുക്ക് കണ്ടെത്തിയേ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ആലുവ മൂന്നാർ രാജപാത, ഞാൻ കഴിഞ്ഞ ദിവസം പിതാവിനെ കണ്ടപ്പോൾ പിതാവ് ശക്തമായി ആവശ്യപ്പെട്ടു ആ പാത തുറന്നു കിട്ടുവാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുന്നത്. ഞാൻ പിതാവിനോട് വാക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട MP കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ അത് യാഥാർത്ഥ്യമാക്കാൻ എന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വലിയ മുന്നേറ്റമായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ചേരാട് നമുക്കൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 10 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇനി നമുക്കത് പൂർത്തിയാക്കാം. പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ നാട്ടിൽ നിർത്തുവാനും പ്രത്യേകിച്ച് സാമൂഹിക തിന്മകളൊക്കെ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെയെല്ലാം നമുക്ക് കൂടുതൽ പ്രാപ്തരാക്കുവാൻ തക്കവണ്ണം കായിക കേരളത്തിന്റെ തലസ്ഥാനമാക്കി നമുക്ക് കോതമംഗലത്തെ മാറ്റുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ആ സ്റ്റേഡിയം നമ്മൾ പൂർത്തിയാക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുന്നു.
മണ്ഡലത്തിലെ വനാതിർത്തികളിൽ കർഷകർ അനുഭവിക്കുന്ന അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ചേലാട് സ്റ്റേഡിയം, തങ്കളം കാക്കനാട് നാലുവരിപ്പാത, ആലുവ മൂന്നാർ രാജപാത, ഭൂതത്താൻകെട്ട് ടൂറിസം വികസനം, ജലവൈദ്യുത പദ്ധതി എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്നും നിയുക്ത MLA ഷിബു തെക്കുംപുറം പറഞ്ഞു. കടന്നുവരുന്ന 5 വർഷം കൊണ്ട് ഭവനരഹിതരായ 500 പേർക്ക് ഭവനം നിർമ്മിച്ചു നൽകുക, തൊഴിൽ രഹിതർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്നിവ തന്റെ സ്വപ്ന പദ്ധതികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവക മീഡിയ ഡയറക്ടർ ജോൺസൺ കറുകപ്പിള്ളിൽ സ്വാഗതം ആശംസിച്ചു. കൈക്കാരന്മാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിന്റെ മറവിൽ UDF ഭരണസമിതി വൻ അഴിമതി നടത്തിയതായാണ് കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണം. ഇതിനെതിരെ വിജിലൻസിന് പരാതി നൽകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഫെസ്റ്റിവലിന്റെ മറവിൽ UDF ഭരണസമിതി വൻ അഴിമതിയാണ് നടത്തിയതെന്ന് കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മുൻവർഷങ്ങളിൽ പ്രതിദിനം 1 ലക്ഷം രൂപ നിരക്കിൽ വാടകയ്ക്ക് നൽകിയിരുന്ന സ്റ്റേഡിയം ഇത്തവണ 7000 രൂപ പ്രതിദിന വാടകയ്ക്ക് വിട്ടു നൽകി. ഇതിനെതിരെ വിജിലൻസിന് പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഫെസ്റ്റിന് വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഗ്രൗണ്ട് 1 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് വെറും 7000 രൂപയ്ക്കാണ്. അതിനകത്ത് ഭയങ്കരമായ ഒരു അഴിമതി മുനിസിപ്പൽ ഭരണസമിതി നടത്തിയിട്ടുണ്ട്. ഇത് എക്സിബിഷന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ കൗൺസിലിൻ്റെ അംഗീകാരം മേടിച്ചെടുത്തു. LDFിൻ്റെ മുതിർന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നതുകൊണ്ട് പലർക്കും ആ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പുതിയതായിട്ട് വന്ന കൗൺസിലർമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അത് പാസ്സാക്കിയെടുത്തു. ഇതിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജിലൻസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിജിലൻസിൽ പരാതി കൊടുത്തിട്ട് ഇതിനകത്ത് വീഴ്ച ഭരണസമിതിക്ക് വന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഈ പറയുന്ന ഒരു ദിവസത്തെ 93,000 രൂപ വെച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരണസമിതി അംഗങ്ങൾ കൊടുക്കേണ്ടി വരും. പ്രദർശനത്തിനാണ് നൽകുന്നതെന്ന് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചു. 2023-2024 സാമ്പത്തിക വർഷം ക്യാൻസർ രോഗിയുടെ ചികിത്സാർത്ഥം കട്ടപ്പനയിലെ സ്വതന്ത്ര സംഘടനകൾ സംഘടിപ്പിച്ച ഫെസ്റ്റിന് 1 ലക്ഷം രൂപ പ്രതിദിനം വാടക കൈപ്പറ്റിയിരുന്നു. അന്ന് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അനുമതിയില്ലാതെ തുക കുറയ്ക്കാനാകില്ലെന്നായിരുന്നു മുൻ UDF ഭരണസമിതിയുടെ നിലപാട്. ഫർണിച്ചർ സാധനങ്ങളുടെ പ്രദർശനമാണ് കൗൺസിൽ യോഗത്തെ തെറ്റിദ്ധരിപ്പിച്ചതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ ഷാജി കുത്തോടിയിൽ, ബിജു വാഴപ്പനാടി, സാബു പുത്തൻവീട്ടിൽ, ബാബു തൊട്ടിയിൽ, സോബിൻ ഇലവുംപാറയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിൽ മുക്കുവണ്ടം പണയം വെക്കാനെത്തിയ എറണാകുളം സ്വദേശി പിടിയിൽ. എറണാകുളം മരട് സ്വദേശിയായ സുരേഷാണ് തിങ്കളാഴ്ച തൊടുപുഴയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കാനെത്തിയത്. മുക്കുവണ്ടമാണെന്ന് സംശയം തോന്നിയ സ്ഥാപന ഉടമ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഇവന്റെ ന്യായം കേൾക്കുന്നതിനാ പന്നൂർ നവജ്യോതി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന വായനാ കളരിയുടെ ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെസി സണ്ണി അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ മുഖ്യ പ്രഭാഷണം നടത്തി.
പന്നൂർ നവജ്യോതി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന വായനാക്കളരിയുടെ ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെസി സണ്ണി അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീജ ജനീഷ്, എൻ ദിലീപ് കുമാർ, പി എസ് സെബാസ്റ്റ്യൻ, ജോയ് തോമസ്, പി കെ ശിവൻകുട്ടി, കെ എൻ സോമശേഖരൻ, പി മുരളീധരൻ നായർ, സോമി തോമസ്, ടി എൻ കേശവക്കുറുപ്പ്, അദീന സോണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മേക്കുന്നേൽ കുടുംബയോഗത്തിന്റെ 27ാം വാർഷിക പൊതുയോഗം നടത്തി. പാറപ്പുഴ സെന്റ് ജോസഫ് ദേവാലയത്തിൽ റവറന്റ് ഫാദർ ജോർജ് പീച്ചാണിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് സെന്റ് ജോസഫ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഫാദർ ജോർജ് പീച്ചാണിക്കുന്നേൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. മേക്കുന്നേൽ കുടുംബയോഗത്തിന്റെ 27ാം വാർഷിക പൊതുയോഗം നടത്തി. രാവിലെ 9:30 പാറപ്പുഴ സെന്റ് ജോസഫ് ദേവാലയത്തിൽ റവറന്റ് ഫാദർ ജോർജ് പീച്ചാണിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് സെന്റ് ജോസഫ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഫാദർ ജോർജ് പീച്ചാണിക്കുന്നേൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് 27ാമത്തെ കുടുംബയോഗം വരെ അത് എത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിജയമാണ്. 27ാമത്തെ കുടുംബയോഗം എത്തി. ഇനി ഞാൻ ഒരു 4-5 വർഷം മുമ്പ് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. കുട്ടികൾ, യുവജനങ്ങളും കുടുംബങ്ങളും ഒക്കെ സഹിതം വിദേശത്തേക്ക് പോവുകയാണ്. ഈ അപരിചിതത്വം എന്ന് പറയുന്നത് ഒത്തിരി വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുടുംബയോഗമൊക്കെ പലരും കുടുംബയോഗത്തിലേക്കൊക്കെ വരാനായിട്ട് മടി കാണിക്കുന്നു. അപ്പോൾ ഈ കുടുംബയോഗം ഇനി ഉണ്ടാകുമോ എന്നൊക്കെ ഒരു സംശയവും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കുടുംബയോഗം ഇന്നിവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇതിൽ 100-ൽ പരം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രസിഡന്റ് മാത്തൻ ജോസ് സ്വാഗതം അറിയിച്ചു. യോഗത്തിൽ പാറപ്പുഴ സെന്റ് ജോസഫ് പള്ളി വികാരി റവറന്റ് ഫാദർ ജെയിംസ് പടകേക്കുടി, സെക്രട്ടറി ചെറിയാൻ ജോസഫ്, ട്രഷറർ ബിജു കെ മാത്യു, പാറപ്പുഴ ആരോഗ്യമഠം മദർ റവറന്റ് ടെസി ചന്ദ്രൻകുന്നിൽ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് സമ്മാനദാനവും വിവിധ കലാകായിക മത്സരങ്ങളും സ്നേഹവിരുന്നും നടന്നു. മികച്ച കസ്റ്റമർ സർവീസും വാഹന സുരക്ഷയും ഉറപ്പാക്കി വേനൽക്കാല യാത്രകൾക്ക് മുന്നോടിയായുള്ള സമഗ്ര പരിപാലനത്തിനായി പ്രത്യേക സമ്മർ സർവീസ് ക്യാമ്പുമായി ഇഞ്ചിയോൺ കിയ. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സർവീസ് അനുഭവവും ആകർഷകമായ ആനുകൂല്യങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 20 പോയിന്റ് വെഹിക്കിൾ ചെക്കപ്പാണ് ക്യാമ്പിന്റെ പ്രധാന ആകർഷണം. മികച്ച കസ്റ്റമർ സർവീസും വാഹന സുരക്ഷയും ഉറപ്പാക്കി വേനൽക്കാല യാത്രകൾക്ക് മുന്നോടിയായുള്ള സമഗ്ര പരിപാലനത്തിനായി പ്രത്യേക സമ്മർ സർവീസ് ക്യാമ്പുമായി ഇഞ്ചിയോൺ കിയ. മെയ് 6 മുതൽ 12 വരെ ഇഞ്ചിയോൺ കിയയുടെ എല്ലാ സർവീസ് സെന്ററുകളിലും ക്യാമ്പ് നടക്കും. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സർവീസ് അനുഭവവും ആകർഷകമായ ആനുകൂല്യങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വേനൽക്കാലത്തെ മുൻനിർത്തി വാഹനങ്ങളെ മികച്ച നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്ന സൗജന്യ 20 പോയിന്റ് വെഹിക്കിൾ ചെക്കപ്പാണ് ക്യാമ്പിന്റെ പ്രധാന ആകർഷണം. കൂടാതെ AC കെയർ സർവീസുകൾക്ക് 20% വരെ കിഴിവും ആക്സസറീസുകൾക്കും റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്ലാനുകൾക്കും പ്രത്യേക ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ഓണർഷിപ്പ് അനുഭവം നൽകുന്നതിനായി വിവിധ ഉപഭോക്തൃ സൗഹൃദ സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സർട്ടിഫൈഡ് കിയ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ വാഹനങ്ങളുടെ പ്രകടനവും സുരക്ഷയും ഉറപ്പാക്കുന്ന രീതിയിലാണ് സർവീസുകൾ നടത്തുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും സൗജന്യ ടോപ്പ് വാഷും ലഭിക്കും. ക്യാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 8111-879-111 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ആനുകൂല്യങ്ങളും നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. വാടാനപ്പള്ളി ഫ്ലെക്സ് ബോർഡ് പ്രശ്നത്തിൽ പ്രതികരിച്ച തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കേരളത്തിൽ ഞങ്ങൾ നേടിയ 102 സീറ്റുകളുടെ മഹത്വം അവർക്ക് കുറയ്ക്കാനാവില്ല. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ നേതാവായ പരേതനായ ഉമ്മൻചാണ്ടിയുടെ തിളക്കമുള്ള ഓർമ്മകൾ അവർക്ക് മായ്ക്കാൻ കഴിയില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയമോ അധപ്പതനമോ ആണ്. CPM-ന് എന്തു ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയില്ല. എല്ലായിടത്തും ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പ്രധാന പ്രശ്നങ്ങളുണ്ടെന്ന ധാരണ സൃഷ്ടിക്കാനും
പാർട്ടിക്ക് ലഭിച്ച ജനവിധിയുടെ മഹത്വം കളങ്കപ്പെടുത്താനുമാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തലയിൽ മുണ്ടിട്ടിട്ട് പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ കിട്ടിയ 102ൻ്റെ ശോഭ കെടുത്താനാവില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ദീപ്തസ്മരണകളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അപജയം അല്ലെങ്കിൽ അവരുടെ ഒരു ജീർണതയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ 102 സീറ്റ് കിട്ടി വിജയിച്ചോടുകൂടി എന്താണ് CPM ചെയ്യേണ്ടതെന്നുള്ളൊരു രൂപമില്ല. ഇപ്പം എല്ലായിടത്തും ഇത്തരത്തിൽ ബോർഡുകൾ വെച്ച് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമുണ്ടെന്നും പാർട്ടിക്ക് ലഭിച്ച വിജയത്തിൻ്റെ ശോഭ കെടുത്താനുള്ള ശ്രമമാണ്. പരസ്യമായിട്ടല്ലേ. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈന മുഹമ്മദിൻ്റെ ഹസ്ബൻഡാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. പോലീസ് കേസെടുത്തു, അവരെ ജാമ്യത്തിൽ വിട്ടു. അപ്പോൾ പ്രത്യക്ഷമായി ഇത് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ അദ്ദേഹത്തിന് വന്നു? അത് പാർട്ടി നേതൃത്വം അറിയാതെ കണ്ട് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയാണ്. ഇത് തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലുടനീളം. അവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്ലക്സ് കീറിയപ്പോൾ പറഞ്ഞു, ചാണ്ടി ഉമ്മൻ പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരും ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലൊക്കെ ചെയ്തതുകൊണ്ട് പാർട്ടിക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുള്ള മാൻഡേറ്റ് അല്ലെങ്കിൽ ആ 102ൻ്റെ ശോഭ കെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. വാടാനപ്പള്ളിയിലെ ഫ്ലക്സ് ബോർഡ് സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുവെന്നും അത് വളരെ തെറ്റായ നടപടിയായിരുന്നുവെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഒരു സാഹചര്യത്തിലും ഞങ്ങളത് അംഗീകരിക്കുന്ന ഒന്നല്ല. അത്തരം ഒരു തർക്കത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. കോൺഗ്രസ് സ്വയം തീരുമാനിക്കേണ്ട ഒരു വിഷയത്തിൽ ഒരു സാഹചര്യത്തിലും ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടതില്ല. അതിനാൽ പാർട്ടി അംഗമെന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമായിരുന്നു. അത്തരം ഒരു നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ല, വാടാനപ്പള്ളിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ തെറ്റായൊരു നടപടിക്രമമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരമൊരു തർക്കത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ CPIM ഒരു കക്ഷിയല്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അവിടെ അങ്ങനെ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിക്കുക. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തേക്കടിയിൽ ബോട്ടുകൾ ഓടിത്തുടങ്ങി. എണ്ണം കുറച്ചാണെങ്കിലും ബോട്ടുകൾ സവാരി നടത്തുന്നത് തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആശ്വാസമായി. KTDCയുടെ 3 ബോട്ടുകളും വനവകുപ്പിന്റെ 2 ബോട്ടുകളുമാണ് സർവീസ് നടത്തുന്നത്. KTDCയുടെ 120 പേർക്ക് കയറാവുന്ന ബോട്ടുകളിൽ 50 പേർ വീതവും 28 പേർ കയറാവുന്നതിൽ 22 പേർ വീതവുമായാണ് സഞ്ചാരികൾക്ക് പ്രവേശനം. വേനൽ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തേക്കടി തടാകത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച ബോട്ട് സവാരി പുനരാരംഭിച്ചു. എണ്ണം കുറച്ചാണെങ്കിലും സവാരി നടത്തുന്നത് തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആശ്വാസമായി. KTDCയുടെ 3 ബോട്ടുകളും വനംവകുപ്പിന്റെ 2 ബോട്ടുമാണ് സർവീസ് നടത്തുന്നത്. KTDCയുടെ 120 പേർക്ക് കയറാവുന്ന ബോട്ടുകളിൽ 50 പേർ വീതവും 28 പേർ കയറാവുന്നതിൽ 22 പേർ വീതവുമാണ് സഞ്ചാരികളെ കയറ്റുന്നത്. വനംവകുപ്പിന്റെ ബോട്ടുകളിൽ 40 പേർ വീതമാണ് സവാരി നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തടാകത്തിൽ നേരിയ തോതിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെയാണ് ബോട്ട് സവാരി പുനരാരംഭിച്ചത്.
ജലനിരപ്പ് താഴുമ്പോൾ ബോട്ടിന്റെ അടിത്തട്ട് മൺതെട്ടിയിലും മരക്കുറ്റിയിലും തട്ടി അപകടമുണ്ടാകുന്നത് തടയാനാണ് ബോട്ട് സർവീസ് നിർത്തലാക്കിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിവാഹ വാർത്ത. BBC ന്യൂസ് ചെയർമാനും വീക്ഷണം ഇടുക്കി ബ്യൂറോ ചീഫുമായ കുഴിക്കാട്ട് സാബു നെയ്ശ്ശേരി വിജി ദമ്പതികളുടെ മകൻ മാത്യൂസും ചങ്ങനാശ്ശേരി തെങ്ങണ മുക്കടയ്ക്കൽ ജെയിംസ് ജോസഫ് ലീന ദമ്പതികളുടെ മകൾ ടെസ്സയും തമ്മിൽ തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാ പള്ളിയിൽ വിവാഹിതരായി. ഫാദർ മാത്യു കാക്കനാട്ട് വിവാഹം ആശീർവദിച്ചു. ഫാദർ ആന്റണി പുത്തൻകുളം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ജോസ് ത്രിവയ്ക്കൽ സന്ദേശം നൽകി. I walked 1,000 roads to find your light. Through storms and shadows, you were my sight. Every step, every fall, it led me to you. I dreamed of hands that would hold me near. Through every doubt, you quieted fear. The stars whispered your name before I knew. And now we stand where time can't fade, a love that's built, not just made. Crossed the streams, turned broken nights into golden dreams. With every trial, we grew stronger still. You taught me love isn't just a word, it's in the moments, it's in what's heard. A melody that bends to match our will. And now we stand where time can't fade, a love that's built, not just made. Forever starts today. In your arms I'll stay. Through the highs, through the lows, we'll never let go. Starts today. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ കമ്മിറ്റി ക്രിക്കറ്റ് ക്ലബ് രൂപീകരിക്കുന്നതിന്റെ മുന്നൊരുക്കമായി ലോഗോ പ്രകാശനം ചെയ്തു. തൊടുപുഴ നിയുക്ത MLA അബു ജോൺ ജോസഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. VD സതീശന് അനുകൂലമായി പ്രകടനം നടത്തിയ DC ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുമെന്ന ഇടുക്കി DC പ്രസിഡന്റ് നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി KPCC മൈനോറിറ്റി സെൽ ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും OICC കുവൈറ്റ് മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിരുന്ന സണ്ണി മണർക്കാട്ട് രംഗത്ത്. കോതമംഗലത്തെ നിയുക്ത MLA ഷിബു തെക്കുംപുറത്തിന് കീരമ്പാറ ഇടവകയിൽ സ്വീകരണം നൽകി.
കട്ടപ്പന നഗരസഭയിലെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിൽ മുക്കുമണ്ടം പണയം വയ്ക്കാനെത്തിയ എറണാകുളം സ്വദേശി പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.